Hi all, welcome back to another section of TOS Academy. ഇന്ന് TOS Academy നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് SST കൊമേഴ്സ് ആസ്പിരൻസിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സെക്ഷനുമായിട്ടാണ്. അപ്പൊ എല്ലാവർക്കും തന്നെ അറിയാം SST കൊമേഴ്സ് നോട്ടിഫിക്കേഷൻ വന്നു, എല്ലാവരും അത് അപ്ലൈ ചെയ്തു. അപ്പൊ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ ഓരോ ദിവസവും വിലയേറിയതാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഉള്ള സിലബസ് വെച്ചിട്ടായിരിക്കും, ഓൾറെഡി ഉള്ള ടീച്ചിങ് എക്സാംസിന്റെ സിലബസ് ബേസ് ചെയ്തായിരിക്കും എല്ലാവരും അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പഠിച്ച ടോപ്പിക്സ് റിവിഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ടോസ് അക്കാഡമിയിൽ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ്. അപ്പൊ എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് ക്ഷമയോടെ കാണാൻ പറ്റട്ടെ. നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്ന മൊഡ്യൂൾ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മുടെ SST കൊമേഴ്സ് എക്സാമില് 7 മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫിനാൻസ്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫിനാൻസ് ബേസ് ചെയ്തിട്ടുള്ള ഹോട്ട് ടോപ്പിക്സിനെ കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്, ടോസ് അക്കാഡമിയുടെ ഫാക്കൽറ്റി ആര്യ. സോ ലെറ്റ്സ് ബിഗിൻ ദി ക്ലാസ്. ഹോട്ട് ടോപ്പിക്സിൽ നമ്മൾ ആദ്യമായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റേറ്റസ് ഓഫ് ഇന്റർനാഷണലൈസേഷൻ ഓഫ് ബിസിനസ്. വളരെ ഇമ്പോർട്ടന്റും അതുപോലെ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസിന്റെ ബേസിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ കൂടിയാണ് സ്റ്റേറ്റസ് ഓഫ് ഇന്റർനാഷണലൈസേഷൻ. ഒരു ബിസിനസ് ഇന്റർനാഷണലൈസേഷനിലോട്ട് കടക്കുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കമ്പനിയാണ്. ഡൊമസ്റ്റിക് കമ്പനി ലിമിറ്റ് ഇറ്റ്സ് ഓപ്പറേഷൻസ്, മിഷൻ ആൻഡ് വിഷൻ ടു ദ നാഷണൽ ബൗണ്ടറീസ്. അവരുടെ ഓപ്പറേഷൻസ് ആകട്ടെ, അവരുടെ മിഷനും ഒബ്ജക്റ്റീവും വിഷനും എല്ലാം വിത്തിൻ ദ നാഷണൽ ബൗണ്ടറീസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ്, അവരുടെ കൺട്രിയുടെ നാഷണൽ എൻവയോൺമെന്റിനെയാണ് അവർ അനലൈസ് ചെയ്യുന്നത്, അതുപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് ആ എൻവയോൺമെന്റിനകത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. അവരുടെ മോട്ടോ തന്നെ എന്തെന്ന് നമുക്ക് പറയാം, ഇറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ് ഇൻ ദ ഹോം കൺട്രി, ഇറ്റ് ഇസ് നോട്ട് ഹാപ്പനിങ്. അവർ ഹോം കൺട്രി ബേസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ഡൊമസ്റ്റിക് കമ്പനി പറയുന്നത്. അതേസമയം നമ്മൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് വരികയാണെങ്കിൽ, ഇന്റർനാഷണൽ കമ്പനിയിലോട്ട് വരികയാണെങ്കിൽ, ഡൊമസ്റ്റിക് കമ്പനി അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കപ്പാസിറ്റി കൂട്ടുന്ന സമയത്ത് അവരുടെ ഓപ്പറേഷൻസ് ഇന്റർനാഷണലൈസ് ചെയ്യുകയാണ്. ആ സമയത്ത് അവര് നമുക്ക് എന്താ പറയാ, അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രാക്ടീസസ്, ഡൊമസ്റ്റിക് ബിസിനസ്സിൽ അവർ അഡോപ്റ്റ് ചെയ്ത പ്രാക്ടീസസ്, പീപ്പിൾ, പ്രോഡക്ട്സ്, ഇതൊക്കെ അവരെന്ത് ചെയ്യണം, കുറച്ചുകൂടെ ബാക്കി കൺട്രീസിനെക്കാട്ടിയും കുറച്ച് സുപ്പീരിയർ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ഹോം കൺട്രി ഓറിയന്റഡ് ആണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഫോറിൻ കൺട്രീസിലും കൂടെ ജസ്റ്റ് അവര് വിങ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് എപ്പോഴും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രി തന്നെയാണ്. അതുകൊണ്ട് അവരുടെ അപ്രോച്ച് നമുക്ക് എത്നോസെൻട്രിക് എന്ന് പറയാം. നമ്മൾ അപ്രോച്ച് ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്നാലും ഇന്റർനാഷണൽ കമ്പനി അഡോപ്റ്റ് ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് എത്നോസെൻട്രിക് ആണ്, ഡൊമസ്റ്റിക് കൺട്രി ഓറിയന്റഡ് ആണ്. അവരതാണ് സുപ്പീരിയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കമ്പനി. മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുമ്പോൾ ഇവിടെ അവര് എക്സ്റ്റെൻഡ് ചെയ്യാണ്, ഒരു എക്സ്റ്റൻഷൻ സ്ട്രാറ്റജി ആണ് അവർ യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യാണ്, അവരുടെ പ്രൈസ്, പ്രൊമോഷൻ എല്ലാം നമ്മൾ ഫോറിൻ മാർക്കറ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്. നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനിയെ നമുക്ക് മൾട്ടി ഡൊമസ്റ്റിക് കമ്പനി എന്നും പറയാം. പക്ഷെ ഇവര് ഓരോ കൺട്രി ബേസ് ചെയ്ത് ഓരോ കൺട്രിയുടെ ഡിഫറെന്റ് മാർക്കറ്റിനും ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ എത്നോസെൻട്രിക് അപ്രോച്ചിലോട്ട് പോളിസെൻട്രിക് അപ്രോച്ചിലോട്ട് വന്നു എന്ന് നമുക്ക് പറയാം. ഈച്ച് കൺട്രിയിൽ അവർ ഡിസ്റ്റൻസ് പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യുന്നത്, ആ കൺട്രിയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അങ്ങനെയാണ് മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്ലോബൽ കമ്പനിയാണ്. ഗ്ലോബൽ കമ്പനി എന്ന് പറയുമ്പോൾ അവർ ഗ്ലോബൽ സ്ട്രാറ്റജി ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ അവർ ഹോം കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് ഈ പ്രോഡക്റ്റ് ഗ്ലോബലി എല്ലായിടത്തും മാർക്കറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തിരിച്ചായിരിക്കും, ഗ്ലോബലി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഡൊമസ്റ്റിക് കൺട്രിയിൽ അവർ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നു. ഏത് സ്ട്രാറ്റജി വേണമെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാം. പ്രോഡക്റ്റ് ഗ്ലോബലിയോ അല്ലെങ്കിൽ ലോക്കലിയോ പ്രൊഡ്യൂസ് ചെയ്യാം, അതുപോലെ മാർക്കറ്റ് ചെയ്യുന്നത് ലോക്കലിയോ ഗ്ലോബലിയോ ചെയ്യാം. അങ്ങനെയാണ് ഗ്ലോബൽ കൺട്രി മുന്നോട്ട് പോകുന്നത്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷണൽ കമ്പനിയാണ്.
ട്രാൻസാക്ഷണൽ കമ്പനി എന്ന് പറയുമ്പോൾ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് എല്ലാം അക്രോസ് ദി വേൾഡ് ആയിരിക്കും. ഒരു ഇന്റഗ്രേറ്റഡ് ഗ്ലോബൽ എന്റർപ്രൈസ് ആണ്. അവരുടെ ഗ്ലോബൽ റിസോഴ്സ്, ഗ്ലോബൽ മാർക്കറ്റ് വഴി അവർ എന്ത് ചെയ്യാണ്, ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അവർ മൊത്തം പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് അവര് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അതാണ് ട്രാൻസാക്ഷണൽ കമ്പനീസ്. അപ്പൊ 5 സ്റ്റേജസ്, 5 സ്റ്റേജസ് ഓഫ് ഇന്റർനാഷണലൈസേഷൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്: നമ്പർ 1 ഡൊമസ്റ്റിക് കമ്പനി, നമ്പർ 2 ഇന്റർനാഷണൽ കമ്പനി, ആൻഡ് നമ്പർ 3 മൾട്ടിനാഷണൽ കമ്പനി, നമ്പർ 4 ഗ്ലോബൽ കമ്പനി, ആൻഡ് നമ്പർ 5 ആൻഡ് ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസാക്ഷണൽ കമ്പനി. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ദ അപ്രോച്ചസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. ഇന്റർനാഷണൽ ബിസിനസ് അഡോപ്റ്റ് ചെയ്യുന്ന അപ്രോച്ചസ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ എത്നോസെൻട്രിക്, പോളിസെൻട്രിക് പോലുള്ള അപ്രോച്ചുകളാണ്. ഇപ്പൊ ഓരോ അപ്രോച്ചുകളും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എത്നോസെൻട്രിക് ആണ്. ഇവിടെ അവരെല്ലാം ഡൊമസ്റ്റിക് കമ്പനി തന്നെ അവരുടെ സ്ട്രാറ്റജീസ്, അവരുടെ പ്രോഡക്റ്റ് ഡിസൈൻസ്, അവരുടെ ഓപ്പറേഷൻസ് ഇതെല്ലാം നാഷണൽ മാർക്കറ്റിനെ ബേസ് ചെയ്ത് ചെയ്യുന്നതാണ്. അവര് എന്താണ്, അവരുടെ എക്സസീവ് ആയിട്ട് അവർ പ്രൊഡക്ഷൻ ചെയ്യുന്ന, അവരുടെ ഡിമാൻഡിനെ കാട്ടിയും അവരെന്ത് ചെയ്യണം, എക്സസീവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിത് എന്ത് ചെയ്യും, ഈ എക്സസീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫോറിൻ കൺട്രീസിലോട്ട് ഇവർ എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഡൊമസ്റ്റിക് മാർക്കറ്റിന്, അവരുടെ കൺട്രിയിലുള്ള ഡൊമസ്റ്റിക് മാർക്കറ്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഫോറിൻ മാർക്കറ്റിനെ അവര് കണക്കൂട്ടുന്നത്. അപ്പൊ അവര് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ എക്സ്പോർട്ട്, അവരുടെ മാർക്കറ്റിംഗ് ഇതെല്ലാം അവരൊരു എക്സ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിനെ വച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഇവരെന്താണോ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം സാധനം തന്നെ ആയിരിക്കും ഇവർ ഫോറിൻ കൺട്രീസിലോട്ട് ഇതിനെ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് എത്നോസെൻട്രിക് അപ്രോച്ചുകൾ പോകുന്നത്. ഇവർ ജസ്റ്റ് ഒരു മാർക്കറ്റിങ്ങിനകത്ത് എക്സ്പോർട്ടിനെ കൈകാര്യം ചെയ്യാൻ ഒരു ടീമിനെ വെച്ചിട്ട് ഇവർ ഡൊമസ്റ്റിക് കൺട്രിയിൽ നിന്നുകൊണ്ട് തന്നെ മാനേജ് ചെയ്യുന്ന ഒരു അപ്രോച്ച് ആണ് എത്നോസെൻട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പോളിസെൻട്രിക് അപ്രോച്ച് ആണ്. പോളിസെൻട്രിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു ഫോറിൻ സബ്സിഡറി എന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. എന്നിട്ട് അങ്ങോട്ടേക്ക് നമ്മൾ എല്ലാ ഓപ്പറേഷൻസും അല്ലെങ്കിൽ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പവർ ഒക്കെ ഡെലിഗേറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മൾ അവിടെ ഒരു ഫോറിൻ സബ്സിഡറിയിൽ നമ്മൾ എക്സിക്യൂട്ടീവ്സിനെയും ആൾക്കാരെയൊക്കെ അവിടെ അപ്പോയിന്റ് ചെയ്യുകയാണ്. അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് നമ്മുടെ ഹോം കൺട്രിയിലുള്ള ഒരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളും. അപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളിന് നമ്മൾ ഹോം കൺട്രിയിൽ നിന്നായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഹോസ്റ്റ് കൺട്രിയിൽ നിന്ന് തന്നെ വേക്കൻസീസ് ഫില്ല് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമ്മളിവിടെ പോളിസീസും സ്ട്രാറ്റജീസും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത് ഹോസ്റ്റ് കൺട്രിയുടെ എൻവയോൺമെന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും. ആ പ്രോഡക്റ്റ് ഒക്കെ നമ്മുടെ ഹോസ്റ്റ് കൺട്രിയുടെ എൻവയോൺമെന്റും അവിടുത്തെ ലോക്കൽ കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസിനനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. ജസ്റ്റ് നമ്മളൊരു ഫോറിൻ സബ്സിഡറി അവിടെ തുടങ്ങുന്നു, ഇവിടെ നിന്ന് കീ പേഴ്സണൽ മാത്രം അങ്ങോട്ട് പോകുന്നു, ബാക്കിയുള്ളതൊക്കെ അവിടെയൊക്കെ ബേസ് ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അതാണ് പോളിസെൻട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് റീജിയോസെൻട്രിക് അപ്രോച്ച് ആണ്. റീജിയോസെൻട്രിക് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഫോറിൻ സബ്സിഡറിയിലും നമ്മൾ ഫോറിൻ കൺട്രിയിലും നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഫോറിൻ കൺട്രിയുടെ നെയ്ബറിംഗ് കൺട്രീസിലോട്ടും കൂടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. ആ ഒരു ഫോറിൻ കൺട്രിയുടെ നെയ്ബറിംഗ് കൺട്രീസിന് നമ്മളൊരു റീജിയണൽ എൻവയോൺമെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ട് പോളിസീസും സ്ട്രാറ്റജീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യും. അപ്പൊ നമ്മള് എന്താണ്, നമുക്ക് നമ്മൾ എന്ത് സാധനമാണ് ഹോം കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹോസ്റ്റ് കൺട്രിയിൽ ഫോറിൻ സബ്സിഡറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന് മോർ ഓർ ലെസ് സെയിം പ്രോഡക്റ്റ് തന്നെയായിരിക്കും നമ്മൾ റീജിയണിലും കൊടുക്കുന്നത്. പക്ഷെ അവിടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഒരു റീജിയണൽ എൻവയോൺമെന്റും കൂടെ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ റീജിയോസെൻട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ജിയോസെൻട്രിക് അപ്രോച്ച് ആണ്. എൻറ്റയർ വേൾഡിനെയും ഒരു സിംഗിൾ കൺട്രി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എവിടെ നിന്ന് വേണമെങ്കിലും, ഒരു എൻറ്റയർ ഗ്ലോബിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എത്ര സബ്സിഡറി വേണമെങ്കിലും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്താൽ മതി. ഓരോ ഫംഗ്ഷൻസും ഇൻഡിപെൻഡന്റ് ഓട്ടോണമസ് കമ്പനി ആയിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് അത് ഓപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അതാണ് ജിയോസെൻട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലിയർ ആയിരിക്കും 4 അപ്രോച്ചും: എത്നോസെൻട്രിക് അപ്രോച്ച്, പോളിസെൻട്രിക് അപ്രോച്ച്, റീജിയോസെൻട്രിക് അപ്രോച്ച് ആൻഡ് ജിയോസെൻട്രിക് അപ്രോച്ച്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് ആണ്.
അപ്പൊ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസില് ദ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ട്രേഡ് തിയറി ആണ് ദ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി. അപ്പൊ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ഇതിന്റെ പ്രൊപ്പോണന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആദം സ്മിത്ത് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തിയറിക്കകത്ത് എന്താ പറയുന്നതെന്ന് നോക്കാം. ആദം സ്മിത്ത് നമ്മുടെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി കൊണ്ടുവന്നത് 1776-ലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ 2 കൺട്രീസ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു ആദം സ്മിത്ത് എന്ന് പറയുന്നത് എവറി കൺട്രി ഷുഡ് സ്പെഷ്യലൈസ് ഇൻ പ്രൊഡ്യൂസിംഗ് ദോസ് പ്രോഡക്ട്സ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് ലെസ് കോസ്റ്റ് ദാൻ അതർ കൺട്രീസ്. മറ്റു കൺട്രീസിനെ കാട്ടിയിട്ടും എല്ലാ കൺട്രീസിനും അവരുടേതായിട്ടുള്ള രീതിയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് സാധനങ്ങൾ ലെസ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ കാണും. അപ്പൊ അവരത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മറ്റു കൺട്രീസിലേത് ഇതുപോലെ എന്താണ് ലെസ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അതുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ 2 കൺട്രീസ് തമ്മിലുള്ള ട്രേഡ് ആണ് നടക്കുന്നത്. ഒരു കൺട്രീസിൽ ലെസ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റും മറ്റു കൺട്രീസിൽ ഇതുപോലെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റും തമ്മിൽ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത് സ്കിൽഡ് ലേബറും സ്പെഷ്യലൈസേഷൻ അഡ്വാൻറ്റേജും ഒക്കെയാണ് പറയുന്നത്. അതായത് മിക്ക കൺട്രീസിലും നമ്മുടെ ലേബറിന്റെ സ്കില്ലായിരിക്കും ചിലപ്പോൾ അവർക്ക് കൂടുതലായിട്ടുള്ളത് ചില പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ വരുമ്പോൾ ലേബർ സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഹയർ പ്രൊഡക്ടിവിറ്റി കിട്ടും, ലെസ് ലേബർ കോസ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് കുറവാണെങ്കിൽ അവിടെ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ കാണും. അതുപോലെ നാച്ചുറൽ അഡ്വാൻറ്റേജ് കിട്ടുന്ന കൺട്രീസും ഉണ്ട്. അതായത് നമുക്ക് സ്കിൽഡ് ലേബറും നല്ല സ്പെഷ്യലൈസേഷനും ഉള്ളിടത്ത് ചിലപ്പോൾ നാച്ചുറൽ അഡ്വാൻറ്റേജ് ഉണ്ടാകണമെന്നില്ല. ചിലയിടത്ത് അത് കാണും, അവരുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ, അവരുടെ നാച്ചുറൽ റിസോഴ്സ്. ഇപ്പൊ ഇന്ത്യൻ ക്ലൈമാറ്റിലാണെങ്കിൽ ഇവിടെ ഒരുപാട് കോക്കനട്ട്സ് ഉണ്ട്, കാഷ്നട്ട്സ് ഉണ്ട്. ഇതൊക്കെ ഇന്ത്യൻ ക്ലൈമറ്റിൽ വളരാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള നാച്ചുറൽ അഡ്വാൻറ്റേജ് ഉള്ള കൺട്രിയാണ് ഇന്ത്യ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ പറയുന്നുണ്ട്. അതുപോലെ അക്യൂർഡ് അഡ്വാൻറ്റേജ്, ഇപ്പൊ സ്കിൽഡ് ലേബറും നാച്ചുറൽ അഡ്വാൻറ്റേജും അല്ലാതെ കൺട്രീസ് അക്യൂർ ചെയ്യുന്ന കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. ടെക്നോളജി, അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് ഒക്കെ അവർ അക്യൂർ ചെയ്യുന്നതാണ്. മറ്റു കൺട്രിയിൽ നിന്ന് പല സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്ത് അവർ തന്നെ അക്യൂർ ചെയ്തെടുക്കുന്ന കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പൊ പല മെഷീൻസും ഒക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ടെക്നോളജി ഇവിടെ കൊണ്ടുവന്നിട്ട് അത് അവർ പഠിച്ചെടുത്തുകൊണ്ട് അവര് അഡ്വാൻറ്റേജ് എടുക്കുന്നവരുണ്ട്. അപ്പം ഈ ഒരു സ്കിൽ ലേബർ സ്പെഷ്യലൈസേഷൻ, നാച്ചുറൽ അഡ്വാൻറ്റേജ്, അക്യൂർഡ് അഡ്വാൻറ്റേജ് ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന തിയറിയാണ് നമ്മുടെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് ഇന്റർനാഷണൽ ട്രേഡ് തിയറി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ആണ്. അതിന്റെ പ്രപ്പോണന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡേവിഡ് റിക്കാർഡോ ആണ്. നമ്മുടെ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ഫെയിൽ ചെയ്യുന്നിടത്താണ് നമ്മുടെ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് നമുക്ക് അവിടെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുമെങ്കിൽ അവിടെയാണ് നമ്മുടെ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി വരുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ് നമുക്ക് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പ്രോഡക്റ്റുകൾ നമുക്ക് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകളൊക്കെ എക്സ്പോർട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ മറ്റു കൺട്രീസിന് പ്രൊഡക്റ്റീവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. അതാണ് നമ്മുടെ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയിൽ പറയുന്നത്. നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക, മറ്റു കൺട്രീസിന് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളത് ഇമ്പോർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി. ഈ തിയറി ബേസ് ചെയ്യുന്നത് ഇതുപോലുള്ള പ്രൊഡക്ടിവിറ്റി, റിലേറ്റീവ് പ്രൊഡക്ടിവിറ്റി ഡിഫറൻസുകളും അതുപോലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റും ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി മുന്നോട്ട് പോകുന്നത്. നെക്സ്റ്റ് തിയറി എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടർ എൻഡോമെന്റ് തിയറി ആണ്. ഫാക്ടർ എൻഡോമെന്റ് തിയറി പ്രപ്പോണ്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ എലി ഹെക്ഷർ ആൻഡ് ബെർക്കിൾ ഒഫിലിൻ ആണ്. നമ്മുടെ ഹെക്ഷർ ആൻഡ് ഒഫിലിൻ തിയറി എന്നാണ് നമ്മുടെ ഫാക്ടർ എൻഡോമെന്റ് തിയറി അറിയപ്പെടുന്നത്. ഫാക്ടർ എൻഡോമെന്റ്സ് എന്ന് പറയുന്നത് ലാൻഡ്, ക്യാപിറ്റൽ, നാച്ചുറൽ റിസോഴ്സസ്, ലേബർ, ക്ലൈമറ്റ് പോലെയുള്ളവയാണ് ഫാക്ടർ എൻഡോമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫാക്ടർ എൻഡോമെന്റ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കൺട്രീസിലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ റിലേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് എടുക്കുന്നത് ഇവിടുത്തെ കൺട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ ലാൻഡ് ആണോ ലേബർ ആണോ കൂടുതലുള്ളത്, ലേബർ ആണോ ക്യാപിറ്റൽ ആണോ, അപ്പൊ നമുക്ക് കൂടുതലുള്ളതിനെ നമ്മൾ പ്രൊഡക്ഷൻ എക്സ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ നമുക്ക് കുറവുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു. ആ ഒരു ബേസിസിലായിരിക്കും ഈ തിയറി പോകുന്നത്.
ഇപ്പൊ നമുക്ക് കൺട്രീസിൽ ലാൻഡ് ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ പീപ്പിളിനെ വെച്ച് നോക്കുമ്പോൾ ലാൻഡ് ആണ് കൂടുതലെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് മൾട്ടി സ്റ്റോറേജ് ഫാക്ടറീസ് ഒക്കെ കാണാം. ലാൻഡ് കൂടുതലാണല്ലോ. അതുപോലെ ഇപ്പൊ ലേബർ ക്യാപിറ്റൽ റിലേഷൻ ആണ് നോക്കുന്നത്. ലേബർ ഒരുപാടുണ്ട്. അതേസമയം അങ്ങനെയാണ് ക്യാപിറ്റൽ കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്താണ് ലേബർ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ആ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഇവിടെ നടത്താൻ പറ്റും. അല്ലാത്ത തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇമ്പോർട്ട് ചെയ്യും. നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടല്ലോ. അപ്പൊ ഇത് ബേസ് ചെയ്താണ് പോകുന്നത്. ഈ ഒരു ഫാക്ടർ ബേസ് ചെയ്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് ലിയോൺഡിഫ് പാരഡോക്സ്. നമ്മുടെ വാസ്ലി ലിയോൺഡിഫ് ഒബ്സർവ് ചെയ്ത കാര്യമാണ്. US എക്സ്പോർട്സ് എന്ന് പറയുന്നത് ലേബർ ഇന്റൻസീവ് ആണ്. അതുപോലെ ഇമ്പോർട്ട് എന്ന് പറയുന്നത് തിരിച്ചുമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് US ക്യാപിറ്റൽ കൂടുതലും ലേബർ കുറവാണ്. അവിടുത്തെ വേരിയേഷൻ സ്കിൽ ഇപ്പൊ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ലേബർ കൂടുതൽ അവിടെ കാണും. പക്ഷെ അമൗണ്ട് ചീപ്പ് ലേബറിൽ വർക്ക് ചെയ്യുന്നവർ അവിടെ കുറവായിരിക്കും. അതിനെ ബേസ് ചെയ്ത് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നു. ലേബർ കുറവായിട്ട് വേണ്ടതിന് അവർ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ തിയറി എന്നുള്ളത് നമ്മുടെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി, കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി, അതുപോലെ തന്നെ നമ്മുടെ ഫാക്ടർ എൻഡോമെന്റ് തിയറി ഒക്കെ നമ്മുടെ എന്താണ് കൺട്രി ബേസ്ഡ് തിയറി ആയിരുന്നു. കൺട്രീസിനെ ബേസ് ചെയ്താണ് പോകുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോം ബേസ്ഡ് തിയറിയാണ്. ഓക്കെ, നമ്മുടെ ഫോർത്ത് തിയറി എന്ന് പറയുന്നത് കൺട്രി സിമിലാരിറ്റി തിയറി ആണ്. ഇത് പ്രപ്പോർട്ട് ചെയ്തത് നമ്മുടെ സ്റ്റെഫൻ ലിൻഡർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫേം ബേസ്ഡ് തിയറി ആണ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് കമ്പനീസ് പുതിയ പ്രോഡക്റ്റ് ഡൊമസ്റ്റിക് മാർക്കറ്റിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് ആ പ്രോഡക്റ്റ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, സിമിലർ ലെവൽ, ഒരേ ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ്, ഒരേ ലെവൽ ഓഫ് ഡെവലപ്മെന്റിലുള്ള അവരുടെ മറ്റ് കൺട്രീസിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ എക്സ്പോർട്ട് ചെയ്യുന്നു. ഒരേ രീതിയിൽ നീഡുകളൊക്കെ മീറ്റ് ചെയ്യുന്ന, ഒരേ ലെവലിലുള്ള ഡെവലപ്മെന്റ് നീഡുകളുള്ള മറ്റൊരു ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് അവരെ എക്സ്പോർട്ട് ചെയ്യാണ്. അപ്പം ഇങ്ങനെയാണ് അവിടുത്തെ ഗ്ലോബൽ ട്രേഡ് നടക്കുന്നത്. അതായത് ഡെവലപ്ഡ് കൺട്രീസും ലെസ് ഡെവലപ്ഡ് കൺട്രീസും തമ്മിലാണ് അവർ ട്രേഡുകൾ നടത്തപ്പെടുന്നത്. അപ്പം ഡെവലപ്ഡ് കൺട്രീസിന് എന്ത് ചെയ്യാൻ പറ്റും, അക്യൂർഡ് അഡ്വാൻറ്റേജും അതുപോലെ തന്നെ അല്ലാത്ത കൺട്രീസിന് നാച്ചുറൽ അഡ്വാൻറ്റേജും കാണും. അതുകൊണ്ട് തന്നെ അവിടെ ട്രേഡ് പോസിബിൾ ആണ്. ഇപ്പൊ കൺട്രീസ് പ്രിഫർ ചെയ്യുന്നത് നെയ്ബറിങ്, അവരുടെ അടുത്തുള്ള, അതായത് ഒരേ ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്, എക്കണോമിക് ഇൻട്രസ്റ്റ്, സിമിലർ കൾച്ചർ ഉള്ള കൺട്രീസിലോട്ട് എക്സ്പോർട്ട് ചെയ്യാനാണ് കൺട്രീസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു സാർക്ക് ഇതിനകത്തുള്ള ട്രേഡ് ബ്ലോക്കിനകത്തുള്ള കൺട്രീസ് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവര് ഇന്ത്യയിൽ നിന്ന് മാത്രമായിരിക്കും ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ കൺട്രി സിമിലാരിറ്റി തിയറിയിൽ. ഫിഫ്ത് തിയറി എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറിയാണ്. റേമണ്ട് വെർണോൺ ആണ് പ്രപ്പോണ്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇന്റർനാഷണൽ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഇന്നോവേഷൻ റോളുകൾ, മാർക്കറ്റ് എക്സ്പാൻഷൻ, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, സ്ട്രാറ്റജിക് റെസ്പോൺസ്, മറ്റുള്ള റൈവൽ ഫേംസിൽ നിന്നുള്ള റെസ്പോൺസ്, അവരുടെ മാനുഫാക്ചറിംഗിലെ, ട്രേഡിലെ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിൽ, ഇത് എല്ലാം നോക്കിയിട്ടാണ് ഇന്റർനാഷണൽ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി പോകുന്നത്. ഇപ്പൊ ഈ ഒരു തിയറിയിൽ ബേസ് ചെയ്ത പ്രോഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ പറയുന്നത് 4 സ്റ്റേജസ് ആയിട്ടാണ്. The first stage introduction, second stage growth, and third one maturity, and the fourth one decline. അപ്പൊ ഈ 4 സ്റ്റേജസിലൂടെയാണ് ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ കടന്നു പോകുന്നത്. ഇപ്പൊ 6th വൺ അതുപോലെ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡ് തിയറിയിൽ നമ്മൾ അവസാനമായിട്ട് നോക്കാൻ പോകുന്ന തിയറി കൂടിയാണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, പ്രപ്പോണ്ടഡ് ബൈ മൈക്കിൾ പോർട്ടർ. ഇപ്പൊ നമ്മുടെ മൈക്കിൾ പോർട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം നമ്മുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, കോമ്പറ്റേറ്റീവ് സുപ്പീരിയാരിറ്റി, മറ്റ് ഫേമിനെ ബേസ് ചെയ്ത് നമ്മുടെ കോമ്പറ്റേറ്റീവ് സുപ്പീരിയാരിറ്റി എന്ന് പറയുന്നത് 4 ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. 4 ഫാക്ടർ എന്ന് പറയുന്ന 4 ഫാക്ടറിനെ വെച്ചിട്ട് അദ്ദേഹം ഒരു പോർട്ടേഴ്സ് ഡയമണ്ട് മോഡൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഫാക്ടർ എൻഡോമെന്റ്, നമ്മുടെ ഫാക്ടേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ പോലുള്ള ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം. രണ്ടാമത്തത് റിലേറ്റഡ് ആൻഡ് സപ്പോർട്ടിംഗ് ഇൻഡസ്ട്രി, നമ്മുടെ പ്രൊഡക്ഷന് സപ്പോർട്ട് ചെയ്യുന്ന, അതുപോലെ നമുക്ക് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ഈ ഇൻഡസ്ട്രീസ് കൂടിയേ തീരും, അങ്ങനെയുള്ള റിലേറ്റഡ് ആൻഡ് സപ്പോർട്ടിംഗ് ഇൻഡസ്ട്രി. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിലുള്ള ഡിമാൻഡ് കണ്ടീഷൻസ്,
അതുപോലെ തന്നെ ഫേം യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി, അവരുടെ സ്ട്രക്ചർ, കോമ്പറ്റീറ്റീവ്സ്, റൈവലറി ഫേംസുകൾ, ഇതൊക്കെ ഈ 4 ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ നമ്മുടെ ബിസിനസിന്റെ കോമ്പറ്റീറ്റീവ് സുപ്പീരിയാരിറ്റി മുന്നോട്ട് പോകുന്നതെന്നാണ് നമ്മുടെ മൈക്കിൾ പോർട്ടർ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ എക്സാമിന് എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, ഒരു ടേം ആണ് ഇന്റർനാഷണൽ കാർട്ടൽസിൽ. അതായത് ഇന്റർനാഷണൽ കാർട്ടൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരേ ബിസിനസ്, ഒരേ ടൈപ്പ് ഓഫ് ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്ന കമ്പനീസ് ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നതിനെയാണ് കാർട്ടൽസ് എന്ന് പറയുന്നത്. ഇത് ജോയിൻ ചെയ്യുന്നത് ഇൻ ഓർഡർ ടു അവോയ്ഡ് കോമ്പറ്റീഷൻ ആണ്. അവർക്കൊരു മോണോപ്പൊളി ഉണ്ടാക്കാനായിട്ട്, മറ്റുള്ളവരിൽ നിന്നൊരു മോണോപ്പൊളി ഉണ്ടാക്കാനായിട്ട് ഒരേ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്നവർ ഒന്നിച്ചു കൂടെയാണ്. അപ്പൊ അവരുടെ പ്രൈസ്, ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഒക്കെ അവർ ആ ഒരു കൂട്ടം ജോയിൻ ചെയ്തിരിക്കുന്നവർ തീരുമാനിക്കുന്നത് തന്നെ നടപ്പിലാകും. അപ്പൊ ഇന്റർനാഷണൽ കാർട്ടൽസ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് ആണ് ഈ കമ്പനീസ് തമ്മിൽ, അല്ലെങ്കിൽ ഈ കൺട്രീസ് തമ്മിലുള്ള, ഒരേ ബിസിനസ് ചെയ്യുന്ന കൺട്രീസിലുള്ള കമ്പനീസ് തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. അവർ ചിലപ്പോ പല പല കൺട്രീസിലുള്ള കമ്പനീസ് ആയിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പൊ അവരെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് അവരുടെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എക്സേർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ പലപ്പോഴും ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ കാർട്ടൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്റർനാഷണൽ കാർട്ടൽസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാർട്ടൽസ് ആണ് നമ്മുടെ ഓർഗനൈസേഷൻ ഓഫ് നമ്മുടെ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കമ്പനി, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രി, ഒപെക്, ആൻഡ് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. ഇത് ഇത്രയാണ്, ഇത് രണ്ടെണ്ണമാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാർട്ടൽസ് എന്ന് പറയുന്നത്. ഒപെക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഒപെക് എന്ന് പറയുന്നത് നമ്മുടെ ഇറാഖിൽ ഫൗണ്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ 1960 വന്നതാണ്. അവിടെ ഇറാഖ്, അതുപോലെ തന്നെ നമ്മുടെ കുവൈറ്റ്, സൗദി അറേബ്യ, പെനിൻസുല, ഇതൊക്കെയായിരുന്നു അതിന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ഖത്തർ പോലുള്ള പല ഇതും അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്റർനാഷണൽ കാർട്ടൽസ് നമ്മുടെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. അടുത്തായിട്ടുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ടേം ആണ് ടാരിഫ്സ്. ടാരിഫ്സ് നമ്മൾ പലപ്പോഴും പല ടൈപ്പ് ഓഫ് ടാരിഫുകളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ടാരിഫ് എന്ന് പറയുന്നത് ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ഇമ്പോർട്ട് ആണ്. നമ്മൾ മറ്റു കൺട്രിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രോഡക്ട്സിനൊക്കെ ഇമ്പോസ് ചെയ്യപ്പെടുന്ന ടാക്സിനെയാണ് നമ്മൾ ടാരിഫ്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് 2 ടൈപ്സ് ഓഫ് ടാരിഫ്സ് ഉണ്ട്. സ്പെസിഫിക് ടാരിഫും അഡ്വലറും ടാരിഫും. സ്പെഷ്യൽ ടാരിഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പ്രോഡക്റ്റിന് ഇത്ര യൂണിറ്റിനാണ് നമ്മൾ ഫിക്സഡ് ചാർജ്, ഇത്ര 10 എണ്ണത്തിന് 5%, അങ്ങനെ ഒരു ഫിക്സഡ് ചാർജ് നമ്മൾ യൂണിറ്റിന് കൊടുക്കുന്നതാണ് സ്പെഷ്യൽ ടാരിഫ്. അതേസമയം നമ്മൾ എത്രത്തോളം പ്രപ്പോർഷൻ, മറ്റേ നമ്മളിപ്പോ ഓരോ യൂണിറ്റിനും ഇത്ര ചാർജ് എന്ന് വെച്ചിട്ട്, അപ്പൊ 10 എണ്ണത്തിനാവുമ്പോ ഇത്രയാവും, അതാണ് സ്പെഷ്യൽ ടാരിഫ്. ഓരോ ഈച്ച് യൂണിറ്റ് ഓഫ് ദ പ്രോഡക്റ്റിന് നമ്മൾ അവിടെ ഫിക്സഡ് ചാർജ് വയ്ക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ അഡ്വലർ ടാരിഫിന് എത്രത്തോളം പ്രപ്പോർഷൻ, ആ ഒരു അളവിന് ഒരു 80% അല്ലെങ്കിൽ 20% അങ്ങനെ ഒരു പ്രപ്പോർഷനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ടാരിഫ് ലെവി ചെയ്യുന്നത്. അതിനാണ് അഡ്വലർ ടാരിഫ് എന്ന് പറയുന്നത്. അപ്പൊ ടാരിഫിന്റെ പർപ്പസ് എന്ന് പറയുന്നത്, നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടുകൾക്ക് ടാക്സ് ഇമ്പോസ് ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൺട്രിയിലുള്ള ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പുറത്തുനിന്നുള്ള ഇമ്പോർട്ട് കുറയ്ക്കാനായിട്ടാണ്, ഇമ്പോർട്ടുകളുടെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാരിഫുകൾ ഇമ്പോസ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടാരിഫുകൾ ഇമ്പോസ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ, ഷുഗർ, സിമെന്റ്, സ്റ്റീൽ പോലുള്ള ഇൻഡസ്ട്രീസിനെയൊക്കെ കൂടുതലായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാരിഫുകൾ ഇമ്പോസ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ എക്കണോമിക് ഇന്റഗ്രേഷൻസ്. എക്കണോമിക് ഇന്റഗ്രേഷൻസ് അല്ലെ, നമ്മുടെ വേൾഡ് എക്കണോമിയിൽ പല പല എക്കണോമിക് ഇന്റഗ്രേഷൻസ് ഉണ്ട്. നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസിന്റെ സുഗമമായിട്ടുള്ള നടപ്പിന് വേണ്ടി എക്കണോമിക് ഇന്റഗ്രേഷൻസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ എക്കണോമിക് ഇന്റഗ്രേഷൻസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഫ്രീ ട്രേഡ് ഏരിയ, FTA. ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ഒരുമിച്ച് ഒരു എഗ്രിമെന്റിൽ എത്തുന്നതാണ്. അവരുടെ ട്രേഡ് റെസ്ട്രിക്ഷൻസും ബാരിയേഴ്സും അബോളിഷ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു ലോ റേറ്റിൽ ടാരിഫ് കൊടുക്കാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ഒരുമിച്ച് ചേർന്ന് ഒരു എഗ്രിമെന്റിൽ എത്തുന്നതിനെയാണ് ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത്. അവരൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയാണ്. അപ്പൊ ഇവർക്ക് ട്രേഡ് ബാരിയേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് മറ്റുള്ള കൺട്രീസിനെ കാട്ടി കുറച്ച് കിട്ടാനായിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു എഗ്രിമെന്റിൽ ഫോം ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ അതാണ് ഫ്രീ ട്രേഡ് ഏരിയ. ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് അവർക്ക് വേണ്ടിയുള്ള ട്രേഡ് റിസ്ട്രിക്ഷൻസ് അബോളിഷ് ചെയ്യാൻ അവർ ഫോം ചെയ്യുന്നതാണ്. അപ്പൊ അതിനകത്തുള്ള മെമ്പേഴ്സിന് അവർക്ക് എന്ത് കിട്ടും? കൺസെഷൻ കിട്ടും. അതാണ് ഫ്രീ ട്രേഡ് ഏരിയ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റംസ് യൂണിയൻ ആണ്. അപ്പൊ കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുമ്പോൾ അവരുടെ ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള മെമ്പർ കൺട്രീസിന് അവർ എല്ലാ റെസ്ട്രിക്ഷൻസും അബോളിഷ് ചെയ്യും. മറ്റതിനകത്ത് നമ്മൾ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒന്നെങ്കിൽ അബോളിഷ് ചെയ്യും, അല്ലെങ്കിൽ ലോ റേറ്റ് ഓഫ് ടാരിഫ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ എല്ലാം തന്നെ അബോളിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ അല്ലെങ്കിൽ ലോ റേറ്റ് ചാർജ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് അവർക്ക് രണ്ടാമതായിട്ട് ഫ്രീ ട്രേഡ് ഏരിയക്കാട്ടി ഇൻ അഡീഷൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അവർക്കൊരു യൂണിഫോം കൊമേഴ്ഷ്യൽ പോളിസി ഉണ്ട്. അവർ സ്വന്തമായിട്ടൊരു പോളിസി ഫോം ചെയ്യും. മറ്റുള്ള നോൺ മെമ്പർ കൺട്രീസിൽ നിന്ന് വ്യത്യാസമായിട്ട് റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറച്ചുകൊണ്ടുള്ള ഒരു യൂണിഫോം കൊമേഴ്ഷ്യൽ പോളിസി ആർക്കുണ്ടായിരിക്കും? കസ്റ്റംസ് യൂണിയന് കാണും. അപ്പൊ കുറച്ചുകൂടെ നമ്മുടെ ഫ്രീ ട്രേഡ് ഏരിയയിൽ നിന്ന് അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മുടെ എക്കണോമിക് ഇന്റഗ്രേഷനിൽ വരുന്നത് കോമൺ മാർക്കറ്റ് ആണ്. അപ്പൊ കോമൺ മാർക്കറ്റിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് നേരത്തെ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സും കൊണ്ടാവും. അതായത് മെമ്പർ കൺട്രീസിന് എല്ലാ റെസ്ട്രിക്ഷൻസും അബോളിഷ് ചെയ്യുന്നു, ലോ റേറ്റിൽ ടാരിഫുകൾ ചാർജ് ചെയ്യുന്നു, ഒരു കൊമേഴ്ഷ്യൽ പോളിസി ഉണ്ടായിരിക്കും അല്ലെ. നോൺ മെമ്പർ കൺട്രീസിന് വ്യത്യാസമായിട്ടൊരു കൊമേഴ്ഷ്യൽ പോളിസീസ് ഉണ്ടായിരിക്കും. ഇതിൽ കൂടാതെ കസ്റ്റംസ് യൂണിയനിലെ ഫീച്ചേഴ്സിൽ കൂടാത്ത മൂന്നാമത്തത് എന്താണ്? They allow free movement of human resources and capital among the member countries. Member countries തമ്മിൽ എന്ത് ചെയ്യും? ഹ്യൂമൻ റിസോഴ്സും ക്യാപിറ്റലിന്റെയും ഫ്രീ മൂവ്മെന്റ് അവരെ അലോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് അവർക്ക് കസ്റ്റംസ് യൂണിയനിൽ നിന്നും സുപ്പീരിയർ ആയിട്ട് വരുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആയിട്ട് എക്കണോമിക് യൂണിയൻ ആണ്. എക്കണോമിക് യൂണിയന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോൾ ട്രേഡ് റിസ്ട്രിക്ഷൻസ് അബോളിഷ് ചെയ്യുന്നു, ലോ റേറ്റ് ഓഫ് ടാരിഫുകൾ കൊടുക്കുന്നു, യൂണിഫോം കൊമേഴ്ഷ്യൽ പോളിസി ഉണ്ട്, ഫ്രീ മൂവ്മെന്റ് അല്ല ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ക്യാപിറ്റൽ കൊടുക്കുന്നു. അതോടൊപ്പം ഇവർക്കൊരു മോണിറ്ററി പോളിസി കൂടെ വരുന്നുണ്ട്. മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി വരുന്നുണ്ട്. അവർക്ക് അതിലും കൂടെ യൂണിഫോമിറ്റി കിട്ടുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റ് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസും കൂടെ അവർക്ക് അവിടെ ഒരു യൂണിഫോമിറ്റി കിട്ടുന്നുണ്ട്. അതാണ് എക്കണോമിക് യൂണിയനിൽ സുപ്പീരിയർ, കോമൺ മാർക്കറ്റിൽ നിന്നും സുപ്പീരിയർ ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇൻ നട്ട്ഷെൽ നമുക്ക് പറയാം ഏറ്റവും നല്ലത് എന്താണ്? നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഏതാണ്? എക്കണോമിക് യൂണിയൻ ആണ്. നെക്സ്റ്റ് കോമൺ മാർക്കറ്റ്, ദെൻ കസ്റ്റംസ് യൂണിയൻ, ലാസ്റ്റ് ഫ്രീ ട്രേഡ് ഏരിയ. ഇങ്ങനെയാണ് നമുക്ക് നട്ട്ഷെല്ലിൽ ട്രേഡ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇന്റഗ്രേഷൻ, എക്കണോമിക് ഇന്റഗ്രേഷന് പറയാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതനുസരിച്ച് വേണം എക്സാമിന് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് റെസ്ട്രിക്ഷൻ ഫ്രീ ആയിട്ട് വരുന്ന ഏതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നമ്മൾ ഹോട്ട് ടോപ്പിക്സിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ട്രേഡ് ബ്ലോക്കുകളാണ്. ഏതൊക്കെയാണ് നമ്മുടെ ട്രേഡ് ബ്ലോക്കുകൾ, അതിന്റെ ഫുൾ ഫോം എന്താണ്, അതുപോലെ തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ബേസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ നാഫ്റ്റ ആണ്. നാഫ്റ്റ എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ്. USA, കാനഡ, മെക്സിക്കോ ചേർന്നാണ് നാഫ്റ്റ പോകുന്നത്. അപ്പൊ നാഫ്റ്റ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1989-ലാണ്. ഓക്കെ, ഫസ്റ്റ് ട്രേഡ് ബ്ലോക്ക് നാഫ്റ്റ ആണ്, മറന്നു പോകരുത്. രണ്ടാമത് നമ്മുടെ ആസിയൻ ആണ്. ആസിയൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1967-ലാണ്. ആസിയൻ എന്ന് പറയുമ്പോൾ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. അപ്പൊ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന്റെ അസോസിയേഷൻ ആണ് ആസിയൻ. ആൻഡ് തേർഡ് വൺ ആഫ്റ്റ. ആഫ്റ്റർ 1994-ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആസിയന്റെ ഫ്രീ ട്രേഡ് ഏരിയ ആണ് നമ്മൾ ആഫ്റ്റ എന്ന് പറയുന്നത്, AFTA. ഓക്കെ, നെക്സ്റ്റ് സാർക്ക് ആണ്. സാർക്ക് എന്ന് പറയുമ്പോൾ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോപ്പറേഷൻ. അപ്പൊ അതിനകത്ത് സൗത്ത് ഏഷ്യൻ കൺട്രീസ് ആണ് വരുന്നത്. ദെൻ നമ്മുടെ LAIA, ലാറ്റിൻ അമേരിക്കൻ ഇന്റഗ്രേഷൻ അസോസിയേഷൻ. ലാറ്റിൻ അമേരിക്കയുടെ ഇന്റഗ്രേഷൻ ആണ് അവിടെ. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1960-ലാണ്. നെക്സ്റ്റ് നമ്മുടെ മെക്കോസോർ. മെക്കോസോർ 1991-ലാണ്. മെക്കോസോർ എന്ന് പറയുന്ന ഒരു കസ്റ്റംസ് യൂണിയൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ നാഫ്റ്റ ഫ്രീ ട്രേഡ് ഏരിയ ആണ്. പിന്നെ നമ്മളൊരു അസോസിയേഷൻ, ആസിയൻ അസോസിയേഷന്റെ കാര്യം പറഞ്ഞു. ആഫ്റ്റയും ഫ്രീ ട്രേഡ് ഏരിയ ആണ്. ദെൻ സാർക്ക് അസോസിയേഷൻ ആണ്. ലാറ്റിൻ അമേരിക്കൻ ഇന്റഗ്രേഷൻ അസോസിയേഷൻ. ആൻഡ് മെക്കോസോർ എന്ന് പറയുന്നത് കസ്റ്റംസ് യൂണിയൻ ആണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇയർ ചോദിക്കാം, ചിലപ്പോ ഫ്രീ ട്രേഡ് ഏരിയ ആണോ കസ്റ്റംസ് യൂണിയൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. നമ്മൾ എല്ലാവരും വേൾഡ് ബാങ്കിനെ പറ്റി പഠിക്കുന്നതാണ്.
അപ്പൊ വേൾഡ് ബാങ്കിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അഫിലിയേറ്റ്സിന്റെ കാര്യം നോക്കാതെ വിട്ടുപോകും. എപ്പോഴും വേൾഡ് ബാങ്കിന്റെ അഫിലിയേറ്റ്സിനെ പറ്റിയിട്ടും അവരുടെ ഒബ്ജക്റ്റീവിനെ പറ്റിയിട്ടും അതുപോലെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയറിനെ പറ്റിയിട്ടും ഒക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. അവിടെ പലരും അത് വിട്ടുപോകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേൾഡ് ബാങ്ക് അഫിലിയേറ്റ്സ് ആയിട്ടുള്ള മിഗയെ പറ്റിയിട്ടാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. ദ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി, മിഗ. മിഗ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 1988-ലാണ്. അപ്പൊ മിഗ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് ബാങ്കിനെയും IFC-യെയും സപ്ലിമെന്റ് ചെയ്യാനാണ്. മിഗ എന്ന് പറയുന്നത് IBRD-യുടെയും IFC-യുടെയും ഒരു ജോയിന്റ് വെഞ്ചർ ആയിട്ടാണ് മിഗ പ്രവർത്തിക്കുന്നത്. ഓക്കെ, മിഗയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ ഫ്ലോ എൻകറേജ് ചെയ്യുക, അതായത് ലെസ് ഡെവലപ്ഡ് മെമ്പർ കൺട്രീസിലോട്ട് അതിന്റെ ഫ്ലോ എൻകറേജ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് പൊളിറ്റിക്കൽ റിസ്കിൽ നിന്ന് ഇൻഷുറൻസ് കവർ കൊടുക്കുക, അതുപോലെ തന്നെ നോൺ കൊമേഴ്ഷ്യൽ റിസ്കിൽ നിന്ന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള, അതായത് കറൻസി ട്രാൻസ്ഫർ, വാർ, സിവിൽ ഡിസ്റ്റർബൻസ്, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് തുടങ്ങിയ ഡേഞ്ചറിൽ നിന്നൊക്കെ നോൺ കൊമേഴ്ഷ്യൽ റിസ്കുകളിൽ നിന്നും ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ മിഗയുടെ ഒബ്ജക്റ്റീവ്. ഇയർ മറന്നു പോകേണ്ട 1988 ആണ്. നമ്മുടെ IBRD-യുടെയും IFC-യുടെയും ജോയിന്റ് വെഞ്ചർ ആണ് മിഗ. നമ്മുടെ IFC-യുടെ കാര്യം നമ്മൾ പറഞ്ഞു. IFC എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ആണ്. മിഗയുടെ കാര്യം പറഞ്ഞു IBRD-യുടെയും IFC-യുടെയും ജോയിന്റ് വെഞ്ചർ ആണ്. അപ്പൊ IFC എന്താണ്? ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. മിഗ 1988-ലാണെങ്കിൽ IFC തുടങ്ങിയിട്ടുള്ളത് 1956-ലാണ്. ഓക്കെ, അതുപോലെ തന്നെ IDA എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ, അത് തുടങ്ങിയിട്ടുള്ളത് 1960-ലാണ്. IDA നമുക്ക് സോഫ്റ്റ് ലോൺ വിൻഡോ ഓഫ് IBRD എന്നാണ് അറിയപ്പെടുന്നത്. സോഫ്റ്റ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സോഫ്റ്റ് ലോൺ വിൻഡോ എന്നാണ് അറിയപ്പെടുന്നത്. IBRD-യുടെ പ്രസിഡന്റ് ആണ് നമ്മുടെ IDA-യുടെ ഹെഡ്. നമ്മുടെ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ ഹെഡ് എന്ന് പറയുന്നത് IBRD-യുടെ പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ വേൾഡ് ബാങ്ക് അഫിലിയേറ്റ്സിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 എണ്ണമാണ് നമ്മൾ പറഞ്ഞ മിഗ, IFC, IDA. അപ്പൊ നമുക്ക് നമ്മുടെ ടൈം ലിമിറ്റ് കാരണം നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എക്സാമിന് പോകുന്ന എല്ലാവരും തന്നെ ഈ ഒരു ഏരിയാസ് ഒന്നും ഒട്ടും വിട്ടുപോകാതെ പഠിച്ച് മുന്നോട്ട് പോവുക. സമയം നമുക്ക് ഒട്ടും കളയാനില്ല. അപ്പൊ വാല്യുബിൾ ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ ഓൾ ദ ബെസ്റ്റ് ഫോർ all the aspirants. Thank you.